ഉച്ചക്ക് 1:30 മണിയോടുകൂടിയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത് ആനക്കാമ്പൊയിൽ റഫീഖ്, പിന്നെ കർമ്മ ഓമശ്ശേരി, എൻ്റെ മുക്കം സന്നദ്ധ സേന, പുൽപ്പറമ്പ് രക്ഷാസേന. ഇത്ര കുറഞ്ഞ ആളുകൾ ഞങ്ങൾ വരുന്നത് ഇവിടെയുള്ള ആർക്കും ഭക്ഷണവും വെള്ളവും. അതിൻ്റെ മുന്നായിട്ട് മലയോര മേഖല ഓമശ്ശേരി, മുക്കം, തിരുവമ്പാടി ഏരിയയിലെ 100 കണക്കിന് രാഹുൽ ബ്രിഗേഡിൻ്റെ ചെക്കന്മാരതാ. അവർ പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയ അടുത്ത വണ്ടി എടുത്തിട്ട് വിട്ടുവിട്ടാ ഇവിടേക്ക് കടന്നു തരണം. കാരണം ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വരാൻ തീരുമാനിച്ചാൽ അന്നേ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനോ കരയിലുള്ള പ്രതീക്ഷകൾ ഞങ്ങൾ ഇവിടെ എത്തി സ്ഥലത്ത് പോയി ഒക്കെ ഞങ്ങൾ മനസ്സിലായി. പിന്നെ കരയിലുണ്ടെങ്കിൽ തന്നെ ലോറി താഴെ ഭാഗത്തേക്ക് അടിഭാഗത്ത് ആ മണ്ണ് ഇപ്പം മാറ്റുന്നു അവിടെ ഉണ്ടാവും. അതല്ലെങ്കിൽ നേരെ അക്കരക്കോ ഇക്കരക്കോ ലോറി അടിച്ച്, ഇക്കര എന്ന് പറഞ്ഞാൽ ആ താഴെ ഭാഗം, അതല്ലെങ്കിൽ അക്കര ആ വലിയ നടുക്ക് നിങ്ങൾ കണ്ട ഒരു വലിയ മൺകൂനൊക്കെ ഉണ്ടായത്, അതൊക്കെ ഈ സ്ഫോടനത്തിൽ അതെ ഈ സ്ഫോടനത്തിൽ സംഭവിച്ച. അതായത് സൈന്യത്തിന് അങ്ങനത്തെ എന്തെങ്കിലും മിഷനറികളുടെ ആദ്യം ചെയ്യേണ്ടത് ഈ ഭാഗത്തു നിന്ന് തൊട്ട് അക്കര വരെയുള്ള ഭാഗങ്ങൾ നോക്കിയാൽ മതി. ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് നോക്കാൻ കഴിയുമെങ്കിൽ. ഞങ്ങളാണെങ്കിൽ നീന്തിപ്പോയിട്ട് അവിടെയൊക്കെ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പൈപ്പ് എന്തെങ്കിലും ഞങ്ങൾ താത്തി നോക്കുകയായിരുന്നു. അതല്ലെങ്കിൽ ഞങ്ങളൊരു 7 കിലോമീറ്റർ നമ്മളെ സഹോദരൻ ഈ ലോറിയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇതിനൊന്നും ആരും അനുവദിക്കുന്നില്ല. എത്ര വാതിലുകൾ മുട്ടി ഞങ്ങൾ. എന്താണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട് എങ്ങനെയാണ്? പോലീസ് നമ്മളോട് അങ്ങനത്തെ ഒരു മോശമായിട്ടൊന്നും ഒരു പെരുമാറിയിട്ടൊന്നുമില്ല. പക്ഷേ അവർ പറയുന്നുണ്ട് മുകളിൽ ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് മാറണം ഇങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾ എല്ലാവരോടും ഇവിടെ ഉള്ളവരും ചോദിക്കും. നമ്മളെ കൂട്ടത്തിൽ പിന്നെ കന്നഡ ഭാഷ ശരിക്കും അറിയുന്ന രാഹുൽ ബ്രിഗേഡിൻ്റെ അവൻ സംസാരിച്ച് നോക്കി. ഇതെന്തോ ഒരു ദുരൂഹതകൾ, ആർക്കും ഇറങ്ങാൻ പറ്റൂല. എന്തോ ഒളിച്ചു വെക്കണം നമ്മളെ അതെ ഒളിച്ചു വെക്കാനുണ്ട്. ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ നമ്മളെ നാടുകളിൽ അങ്ങനല്ലാന്ന്. നമ്മളെ നാട്ടിൽ ചെക്കൻ പോയിട്ട് 18 ദിവസം ധരിച്ചിൽ NDRF ഒക്കെ പോയി കഴിഞ്ഞിട്ട് മുക്കം ഫയർഫോഴ്സും ആ ഏരിയയിലുള്ള സന്നദ്ധ പ്രവർത്തകരും ആ കുടുംബത്തിന് ആ മോനെന്ന് പറഞ്ഞ് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ട് അതൊക്കെ അവിടെയുള്ള ആളുകളെ. പിന്നെ പുത്തുമല ഉരുള് പൊട്ടീനല്ലോ, അവിടെയൊക്കെ ആയിരക്കണക്കിന് ആളുകൾ പോണ പോക്കിൽ പഴങ്ങളും ഭക്ഷണം ഇങ്ങനെ എടുത്തെറിഞ്ഞ് ഇവിടെ ഇല്ല എന്ന് പറയൂല. ഇന്ന് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർ നമ്മൾ ഭക്ഷണം വെക്കുമ്പോൾ കൊണ്ടുതന്നെ എല്ലാവരും നമ്മളെ ആളുകളൊക്കെ മോശമാണെന്നൊന്നും പറയാൻ പറ്റൂല. ഇവർ കൊണ്ടുതന്ന് നല്ല മനസ്സുള്ളവരും ഉണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഒരു ദുരൂഹതകളുണ്ട്, എന്തോ ഒരു ഭയം പോലെ ആളുകൾ സംസാരിക്കുന്നില്ല. ഞങ്ങൾ രാത്രി ആ പാലം കടന്നിട്ട് പോവുക അക്കര. എന്താണ് പോകുന്നത്? നമ്മളെ ലോറിയിൽ ഒരു മരക്കഷ്ണം കാണുക നോക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. കൂരാക്കൂരിയിട്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഞങ്ങൾ മനസ്സിലായി കാര്യങ്ങളെ പിടുത്തം കിട്ടി. അപ്പോൾ അതായത് ഇതെന്താ അറിയോ, ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ ഏത് മേഖലയിലും മാനസികമായിട്ട് അതിൽ ഇടപെടുമ്പോൾ ഒരു മനസ്സിലൊരു കാര്യങ്ങൾ വരും. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞ് 100 കിലോമീറ്റർ അപ്പുറത്ത് എത്തിയപ്പോഴാണ് മീഡിയകളിൽ കാണുന്നത് 6 മീറ്ററിൽ ലോറി കണ്ടെത്തിയെന്നുള്ളത്. അപ്പം ചെക്കന്മാരോട് പറഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ അവിടെ എത്തുമ്പോൾ കേസ ഭക്ഷണമൊക്കെ വാങ്ങുക, അവിടെ എത്തുമ്പോൾ കാണട്ടെ, വണ്ടി കാണുകയാണല്ലോ, തിരക്ക് കൂട്ടണ്ടാണ്. ഇവിടെ എത്തിയിട്ട് സൈഡാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ സ്ഥലത്ത് പോയി നോക്കുക. ആദ്യം ഞങ്ങൾക്ക് 5 ആക്കാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ തന്നെ. അത് MP ഇവിടെ ഉണ്ടായത് കൊണ്ട് അങ്ങനെ ഈ 5 ആൾ കയറി. അപ്പോഴും ഞാൻ ചെക്കന്മാരെ പറഞ്ഞ ഇവിടെ നിൽക്കുന്ന പറഞ്ഞു. അപ്പോൾ കേരളം നോക്കി നിൽക്കുക കേട്ടോ. 6 മീറ്ററിലാട്ടോ വണ്ടി ഉള്ളത്. ഞാൻ എങ്ങനെ നടന്നു പോയി നമ്മളെ സഹോദരന് വണ്ടി പാർക്ക് ചെയ്ത് അളവെടുക്കുക. മാനസികമായിട്ട് അളവെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഉയരപ്പെട്ട വണ്ടി പാർക്ക് ചെയ്ത് പറഞ്ഞെടുത്ത് നിന്ന് 10 മീറ്റർ അപ്പുറത്ത് ഉയരമുള്ള ഒരു പാറുണ്ട്. ഈ പാറൻ്റെ മുകളിൽ കയറിയിട്ട് ആ പാറ ഒരു ഇതായിട്ട് ഞാൻ അളന്ന് നോക്കി, ആരും കാണാണ്ട്. അപ്പോൾ ഒരു 4-5 മീറ്റർ ഉള്ളത്. അതിൻ്റെ അടിയിൽ ലോറി ഉണ്ടെങ്കിലും ഇത്തലയും കാണാമല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ തിരിച്ചിങ്ങനെ കറക്റ്റ് നോക്കുമ്പോൾ സാർ അവിടെ നടക്കുന്നത് എന്താ പറയുക, വാരണ ടിപ്പറിൻ്റെ അടിഭാഗത്തൊക്കെ ഉള്ളൂ ഈ മൺകൂന. പിന്നെ എങ്ങനെ ഇത്ര വലിയൊരു ലോറി ഇതിൻ്റെ അടിയിലുണ്ട്? അപ്പോൾ കേരളം കാത്തു നിൽക്കുക ഇവിടെ. അതിപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇത് വെറും മനുഷ്യനെ പറ്റിയ. അപ്പം ഞങ്ങൾ പിന്നെ ഈ മല നോക്കിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. അപ്പോഴേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. അതിൽ ഞങ്ങൾ പറഞ്ഞു ആ വല മോളിൽ നിന്നാണ് പൊട്ടിയെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് വരുന്നത് വരെ ഞങ്ങൾ വിചാരിച്ചു മോളിൽ നിന്ന് ചെരിഞ്ഞിട്ടാണ് പൊട്ടിയത്. അപ്പം നരങ്ങിയിട്ട് പോകാൻ സാധ്യത ഉണ്ട്. അതായത് അടിഭാഗത്തുനിന്നും ചെരിഞ്ഞ് പൊട്ടുകയാണെങ്കിൽ വണ്ടി നരങ്ങും. സ്റ്റഡി പൊട്ടുകയാണ് ഈ മണ്ണ് നേരെ മുകളിലേക്കാണ് വിൽക്കുക. അതായത് ഇങ്ങനെ നിൽക്കണ നമ്മളൊരാൾ വേക്ക് നൊന്തിയാൽ തെറിച്ചങ്ങ് പോകും. അതായത് അത് മോളിൽ നിന്ന് ഒരാൾ തച്ചാൽ നമ്മൾ താഴോട്ടേ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ വിലയിരുത്തി നോക്കുമ്പോൾ ആണ് വണ്ടി നേരെ മണ്ണ് എടുത്തിട്ട ഭാഗത്തായിരിക്കും ഉണ്ടാകുക.
അങ്ങനെ രാത്രിയായപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആ പാലത്തുമ്മ കൂടി അക്കരെ പോയി നോക്കാറ് മരങ്ങൾ തന്നെ ഉണ്ട്. അക്കരെ പോയപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങൾ പിടികിട്ടി. വണ്ടി നമ്മളെ പ്രാർത്ഥനയോട് എവിടെയെങ്കിലും കണ്ടെങ്കിലും ഉണ്ട് എന്നുള്ള അവസ്ഥ. ഇനി സൈന്യത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനത്തെ ആയുധങ്ങൾ പോയൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലാണ്ട് ഞങ്ങൾക്കിപ്പോൾ അവസരം തന്നാൽ തീർച്ചയായിട്ടും ആ മൺകൂനൻ്റെ എരിയത്ത് പോയി നോക്കാനും ആയങ്ങളുണ്ടെങ്കിൽ സിലിണ്ടർ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ആളുകളാണ് ഞങ്ങൾ 4-5 ആളുകൾ. അതും ഞങ്ങൾ ഈ ബോട്ട് നമ്മളെ സഹോദരൻ ഈ വണ്ടിയിൽ നിന്ന് തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ 5 ദിവസമാണ് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു മനുഷ്യ ശരീരം, അതായത് അരിപ്പാറ, പതങ്ക, ഓമശ്ശേരി ആ ഭാഗങ്ങളിൽ ഞങ്ങളുടെ നാടിൻ്റെ 5 ദിവസം വരെ വെള്ളത്തിൻ്റെ അടിയിൽ വെക്കും. വെള്ളം 5 ദിവസത്തിന് ശേഷം വെള്ളം അതിപ്പോൾ ആരാവട്ടെ, നിങ്ങളാവട്ടെ, ഞാനാവട്ടെ, ഉയർത്തി കാണിച്ചു തരും. നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വരും. അപ്പം നമ്മൾ തരഞ്ഞിട്ട് ആ മനുഷ്യനെ കണ്ടെത്തിക്കണം. അപ്പം നമ്മൾ വീണ്ടും കാണില്ല. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഇത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. പിന്നെ അത് പൊന്തൂല. ഇല്ല, ആ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ അലട്ടുന്നുണ്ട്. നമ്മളെ നാട്ടിലുള്ള ഒരു സഹോദരനല്ല, ആ കുടുംബം കാത്തു നിൽക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു അവസരം കിട്ടിയത്. ഇപ്പോൾ ഞങ്ങൾ ആ പുഴയിൽ ഇറങ്ങും. ഇത് തന്നെയെങ്കിലും നോക്കാന്നുള്ളത്. രക്ഷപ്പെടട്ടെ, പ്രാർത്ഥിക്കുക. പക്ഷേ ഇവിടെ എത്തിയിട്ട് അങ്ങനെയാണ് സാർ. എന്താ ചെയ്യുക? ഒരു പ്രതീക്ഷകളില്ലാത്ത അവസ്ഥ. പിന്നെ മൊത്തം എന്തോ ഒരു വഞ്ചിക്കും പോലെ, ചതിക്കും പോലൊക്കെയാണ് തോന്നുന്നത്. ഇല്ല ഈ നിമിഷവും കിട്ടിയില്ലല്ലോ. MLA ഒക്കെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുക. ബന്ധപ്പെടാത്തല്ല, ഇതിന് കേരളം മൊത്തമാണ് സംസാരിക്കുന്നത്. സാധാരണക്കാർ അവിടെ കുത്തിന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ മോളൊക്കെ ഇങ്ങനെ എപ്പോഴും കിട്ടിയില്ലല്ലോ ഉപ്പ, അത് വീട്ടിൽ നിൽക്കും. ഞങ്ങൾ 2 ദിവസത്തിന് ശേഷമാണല്ലോ വരുന്നത്. കണ്ടില്ലല്ലോ ഉപ്പ എന്ന് പറയും. ഒന്നത്. 2, രാഷ്ട്രീയപരമായിട്ട് പരമാവധി എല്ലാവരും ബന്ധപ്പെട്ട് വരും. അതായത് ഇതിൻ്റെ സാർ എന്താണെന്നറിയാം നമുക്ക്, നമ്മളെ കേരളത്തിൽ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ഒരു പൗരൻ എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ നമ്മൾ സാധാരണക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവരെ കൂടെ നിൽക്കണം. അതായത് നിങ്ങൾ ഞാൻ അധ്വാനിക്കുമ്പോൾ നമ്മളെ രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യുന്ന ഉപകാരപ്പെടുന്നുണ്ട്. അപകട മേഖലയിൽ പറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ല, രാഷ്ട്രത്തിന് മൂല്യങ്ങൾ ഉണ്ടാവില്ല സാർ. സാധാരണക്കാരന് തോന്നുന്നു എനിക്കൊന്നും ആരും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മൾ കേരളം അത് തിരുത്തുന്നുണ്ട്. ഇവിടെ തന്നെ ആരോ എന്തൊക്കെയോ ഈ നാട്ടുകാർ ഭയപ്പെടുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പം മീഡിയക്കും സത്യത്തിൽ ഞങ്ങളൊരു എൻ്റെ അതെ സിവിൽ ഡിഫൻസിൻ്റെ ഒരു ഗ്രൂപ്പിലാണിത് ഞങ്ങൾ ചർച്ചയാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു ഉണ്ടല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു വോയിസ് വിടുകയാണ്, നമുക്ക് അവസരം തരുമായിരിക്കുമോ, നമ്മൾ പോയി നോക്കുന്നതാണ്. അപ്പം മീഡിയകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങളാണ് കേട്ടോ ഇതിൽ. നമ്മളെ കേരളത്തിൽ ഒരാളെ ഇതിന് കുറ്റപ്പെടുത്താനും പറ്റില്ല. ഇനിയിപ്പോൾ ഉന്നത മേഖലയുള്ള മുഖ്യമന്ത്രി പിണറായി സാറും സുരേഷ് ഗോപിയായിട്ടാണ് ഇങ്ങനത്തെ ആളുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏരിയത്തുള്ള ഏറ്റവും വലിയ ആയുധങ്ങൾ കൊണ്ടുവന്ന്, അതായത് മണ്ണിൻ്റെ അടിയൊക്കെ നോക്കാൻ പറ്റുക, അല്ലാതെ യാതൊരു മാർഗവും ആ JCB മാന്തണിപ്പോൾ കഴിയാൻ മതിയോ? പിന്നെ ഈ ലോറി കണ്ടെത്തണമെങ്കിൽ ഈ പുഴ ഒന്നായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകണം. പിന്നെ നാടൻ ശൈലിയിൽ ഞങ്ങൾ ഉപയോഗിക്കാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വണ്ടിയിലുണ്ട് ഇരുമ്പിൻ്റെ കട്ടർതി. ഈ ഇരുമ്പിൻ്റെ കട്ട പുഴേൻ്റെ അടിയിലോട്ട് കുറച്ച് താത്തിയിട്ട് ഞങ്ങളെ ബോട്ട് ഇങ്ങനെ ബോട്ട് ഓട്ടുമ്പോൾ ഇത് 4 തട്ടുമ്പോൾ നമുക്കറിയാം എന്തിനൊന്ന് തട്ടിയെന്നുള്ളത്. അത് കുറച്ച് അങ്ങോട്ടും കൂടി വെച്ചിട്ട് ഓട്ടും. അങ്ങനെ മൊത്തം നമ്മൾ ഇതിനെ നോക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പറിയും. ഇത് മനുഷ്യനല്ലല്ലോ, നമ്മൾ അരുണ് സഹോദരൻ രക്ഷപ്പെടട്ടെ. നമ്മൾ ലോറിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് നാടൻ ശൈലിയിലോ ഇങ്ങനത്തെ പലതും ചെയ്ത് പല